നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ ആലപ്പുഴ തീരത്ത് മുങ്ങിയ കപ്പലിൽ വലിയ വിഷമുള്ള രാസവസ്തുക്കളുണ്ട് എന്ന അപകടകരമായ വാർത്ത പുറത്തു വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് ഈ കപ്പൽ കേരളത്തിൽ മുങ്ങിയതോടെ നമുക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തം. 640 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 13 എണ്ണത്തിൽ വളരെ മാരകമായ രാസവസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു. ഇനിയും വെളിപ്പെടുത്താത്ത നിരവധി വിഷവസ്തുക്കൾ ബാക്കിയുള്ള കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നതാണ് സത്യം. അതല്ലെങ്കിൽ വെളിപ്പെടുത്താമല്ലോ. കടലിലെ മീൻ കഴിക്കാതിരുന്നാൽ മാത്രം നമ്മൾ സുരക്ഷിതരായി മാറുന്നില്ല. കടലിൽ കിലോമീറ്റർ ദൂരത്തിൽ ജലം വിഷം കലർന്നാൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ദുരന്തങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഈ കപ്പൽ കണ്ടെയ്നറുകളിൽ 840 കടലാസ് പൊതികളിലായി 21,000 കിലോഗ്രാം നൈൽ പി ഫിനൈലിൻ ഡയമിൻ എന്ന മാരക രാസവസ്തുവാണ് ഉള്ളത്. ഈ രാസവസ്തു മനുഷ്യന്റെ തൊലിപ്പുറത്ത് തട്ടിയാൽ പോലും വലിയ അപകടമാണ്. പ്രത്യുൽപാദന ശേഷി പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിവുള്ള ഈ രാസവസ്തു അടങ്ങിയ കണ്ടെയ്നർ തീരത്തടിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം എത്രത്തോളം ഭയാനകമാണ്. ഇംഗ്ലണ്ട് ആസ്ഥാനമായ ITOPF എന്ന സാങ്കേതിക സംഘടനയാണ് ഈ അപകട വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രാസവസ്തു ഒരു ചെറു സ്പാർക്ക് ഉണ്ടായാൽ പോലും ഭയങ്കരമായി പൊട്ടിത്തെറിക്കും എന്നുള്ളത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. മത്സ്യങ്ങളുടെ പ്രജനന കാലമാണിത്. ഈ സമയത്ത് ചെറിയ അളവിൽ പോലും ഇത്തരം രാസവസ്തുക്കൾ കടൽ വെള്ളത്തിൽ കലർന്നാൽ പിന്നീട് അവിടെ മത്സ്യങ്ങൾ നിലനിൽക്കാൻ തന്നെ പ്രയാസമായി മാറും. ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഈ വിഷവസ്തുക്കൾ സാരമായി ബാധിക്കുകയും ചെയ്യും. ഈ കപ്പലിൽ വന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്? അതിന് എന്തൊക്കെ അപകടങ്ങളാണ് ഉള്ളത്? ഇതൊക്കെ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കടലോര നിവാസികൾ വലിയ ഭയത്തിലാണ്. കടലിൽ പോയി മീൻ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി കിട്ടുന്ന മീൻ തന്നെ ജനങ്ങൾ ഭയന്ന് കഴിക്കുന്നതുമില്ല. എത്ര നാൾ ഈ അരക്ഷിതാവസ്ഥ തുടരുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. മത്സ്യബന്ധനം മാത്രമല്ല ഈ കപ്പൽ കടലിൽ മുങ്ങിയതുകൊണ്ട് നടക്കാതിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിൽ മേഖലകൾ എല്ലാം തന്നെ പരിപൂർണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. എത്ര കോടികളുടെ നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് യാതൊരു കണക്കുകളും ഇതുവരെയും എടുത്തിട്ടില്ല. നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് ദുരൂഹവും സംശയാസ്പദവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2010 MS ചിത്ര എന്ന എണ്ണക്കപ്പൽ അതിൽ നിന്നും എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും ദേശീയ ഹരിത ട്രൈബ്യൂണലും ചേർന്ന് കോടികളാണ് പിഴ ഈടാക്കിയത്. കേരളത്തിലെ 4-ൽ അധികം ജില്ലകളുടെ കടൽ തീരത്തിന് വലിയ ഭീഷണിയായി മാറിയ ഇത്രയും വലിയ ഒരു കപ്പൽ അപകടമുണ്ടായിട്ടും സംസ്ഥാന സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ മനുഷ്യജീവന് വില കൽപ്പിക്കാതെ, മത്സ്യസമ്പത്തിനെ പരിഗണിക്കാതെ കോടികൾ നഷ്ടമാക്കി ഇങ്ങനെ ശവങ്ങളെപ്പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, കേരളം നമ്പർ 1 അല്ല, ബിഗ് 0 ആണെന്ന്.